മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന പല പുതുമുഖ നടീനടന്മാർക്കും നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നുണ്ട്. പല വ്യക്തികളും ഇതിനെപ്പറ്റി സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പുതുമുഖ നടീനടന്മാർക്ക് മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ പല വലിയ ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്ന സാമ്പത്തികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പല നടീനടന്മാരും ഇതിനെപ്പറ്റി തങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുന്നേ തന്നെ തിലകൻ, നമ്മുടെ മലയാളം സിനിമയുടെ പെരുന്തച്ഛനോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തിലകൻ ചേട്ടൻ ഈ കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്ന പല കാര്യങ്ങളും അന്ന് തിലകൻ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പല ആൾക്കാരും ഇത് തള്ളിക്കളഞ്ഞു. കാരണം പുള്ളിക്കാരൻ ഉന്നയിച്ച പേരുകൾ ആ സമയത്ത് മലയാളം സിനിമയിൽ ഒരു വലിയ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന പല ഫേസുകളെയുമാണ് അന്ന് തിലകൻ ചേട്ടൻ ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തിലകൻ വായത്തോന്നിയത് പറയുന്നു എന്നുള്ളൊരു രീതിയിൽ പുള്ളിക്കാരനെ അങ്ങ് മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിക്കൊണ്ട് ഇരിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അന്നെടുത്ത പല ഇന്റർവ്യൂസും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല വ്യക്തികളും ആ ഒരു ഇന്റർവ്യൂയെ ആസ്പദമാക്കിക്കൊണ്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പല ഇന്റർവ്യൂകളും ഞാനും കണ്ടു. നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര വിജയമായ ഒരു പടമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ അച്ഛനായിട്ട് അഭിനയിച്ചത് നമ്മുടെ സായി കുമാർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വേഷത്തിന് വേണ്ടി ആദ്യമായിട്ട് സമീപിച്ചത് ഈ പറയുന്ന തിലകൻ ചേട്ടനായിരുന്നു. പക്ഷേ ചില വ്യക്തികളുടെ പരാമർശത്താൽ ഈ പറയുന്ന തിലകൻ ചേട്ടനെ അതിൽ നിന്ന് മാറ്റുകയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അതിന്റെ സംവിധായകനെ വിളിച്ച് അന്വേഷിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെയുള്ള പല ന്യൂസുകളും ഇതിനോട് ആസ്പദമാക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല പുതുമുഖ നടന്മാർക്കും പല വലിയ ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന സിനിമകൾ കിട്ടാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ശമ്പളം ഇതിൽ നിന്ന് വാങ്ങാനും ഒക്കെ ആയിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സിദ്ദിഖ് അതുപോലുള്ള അമ്മ അസോസിയേഷനിൽ പെട്ട പല വ്യക്തികളും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും സിദ്ദിഖ് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങളൊന്നും മലയാളത്തിലേക്ക് വരുന്ന പുതുമുഖ നടന്മാർക്ക് ഉണ്ടായതായിട്ട് എനിക്കിതുവരെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മന്ത്രിയും ആക്ടറും കൂടി ആയിട്ടുള്ള ഗണേഷ് കുമാറും ഇതിനെപ്പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു പവർ ടീം ഈ പറയുന്ന മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അവർ നിയന്ത്രിക്കുന്നതിനനുസരിച്ചാണ് പല സിനിമകളും വരുന്നത്. അതുപോലെ തന്നെ പല സംവിധായകന്മാരും അല്ലെങ്കിൽ പല പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന ആ ഒരു പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള പല കാര്യങ്ങളും ഇപ്പൊ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന പവർ ടീം എന്താണെന്നുള്ളൊരു ചർച്ചയിലാണ് എല്ലാവരും. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ വന്ന ചില ന്യൂസുകളിൽ പവർ ടീമിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് അതുപോലുള്ള ചില ആക്ടേഴ്സ് കൂടിയിട്ടുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മുടെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ പല സമ്മർദ്ദവും ചെലുത്താൻ പറ്റുന്ന പല വ്യക്തികളും ഈ പറയുന്ന പവർ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവര് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന മലയാളം സിനിമ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ കണ്ണടച്ച് കളയും. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന അമ്മ അസോസിയേഷന്റെ മുന്നിലേക്ക് വന്നു നിന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന പവർ ടീമിലെ അംഗങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ പറ്റിയിട്ട് ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ അസോസിയേഷൻ അതിനകത്ത് നല്ല രീതിയിൽ ഇടപെടുന്നില്ല. അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ ഈ പറയുന്ന പുതുമുഖ നടന്മാർക്ക് വേണ്ടി അവരുടെ ഒപ്പം നിന്നിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലും പല ന്യൂസുകളും ഈ സമയത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിനയൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സിനിമ ഫോറം എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിനയൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സംവിധായകനായിട്ടുള്ള വിനയൻ സിനിമ ഫോറം എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടാക്കിയ സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും കൂടി ചേർന്നിട്ട് ആ ഒരു അസോസിയേഷനെ വേണ്ട എന്ന് വെച്ചിട്ട് പുതിയ ഒരു ഡയറക്ടർ അസോസിയേഷൻ ഉണ്ടാക്കിച്ചു എന്നുള്ള പല വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും തിലകൻ ചേട്ടൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണിത്. ഈ പറയുന്ന മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ തരം താഴുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്തെങ്കിലും അവരെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും
എന്തൊക്കെയാണെങ്കിലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ പറയുന്ന ലൈംഗിക ചൂഷണങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പല ചെറിയ നടന്മാരൊക്കെ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതിനെപ്പറ്റിയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ സംസാരിക്കാറായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ പ്രൊഡ്യൂസറിനോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനും അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും പുറത്തേക്ക് വിടാനായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന തലതൊട്ടപ്പന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറയുന്ന ചെറിയ നടന്മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായകന്മാർക്കോ പ്രൊഡ്യൂസേഴ്സിനോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയൊരു സംവിധായകന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂവി എടുക്കാനായിട്ട് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ്, അതായത് ഈ പറയുന്ന 10-30 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് വലിയ സിനിമകൾ എടുക്കാനായിട്ട് സാധിക്കാത്തവരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെറിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ചെറിയ സിനിമകൾ ഉണ്ടാക്കിയെടുക്കാനുമായിട്ടുള്ള ചില സംഘടനകളൊക്കെ ഈ പറയുന്ന തലതൊട്ടപ്പന്മാർ നേരിട്ട് എതിർത്തുകൊണ്ട് അതിനേക്ക് ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരുപാട് റിപ്പോർട്ട്സ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ പവർ ടീം എന്ന് പറയുന്ന ഈ പറയുന്ന മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് അടങ്ങുന്ന ഈ പറയുന്ന സംഘം ഇതിനെപ്പറ്റി ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ ഒരു റിപ്ലൈ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത ഒരു വിഷയമാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടായാലും തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ സിനിമാ ഫോറം എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിനിമകൾ സംവിധാനം ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന നല്ല കഥകൾ കിട്ടുന്ന സിനിമകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലേക്ക് ഒരു സിനിമയുടെ രൂപത്തിൽ ഇറക്കണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളായിട്ട് വരുന്ന വ്യക്തികൾക്ക് ചെറിയ ചെറിയ സിനിമകൾ എടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് സിനിമാ ഫോറം എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ രൂപീകരിച്ചത്. പക്ഷേ ഈ പറയുന്ന തലതൊട്ടപ്പന്മാരുടെ ഭാഗത്ത് നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു അസോസിയേഷന് അധികം നാൾ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ മലയാളം സിനിമയിലേക്ക് പുതിയതായിട്ട് വരുന്ന സംവിധായകന്മാർക്കും നടന്മാർക്കും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയും ഇതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും പിണറായി വിജയൻ സാർ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിനെപ്പറ്റിയൊന്നും നമ്മൾ അധികമായിട്ട് പറയുന്നില്ല. ഈ പറയുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത വ്യക്തികൾ ഇതിനെപ്പറ്റി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചു വരുന്നത്. കാരണം ഒറ്റയടിക്ക് ഇതിനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ സംസാരിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല ആരുടെയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാനും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ നടന്മാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ അന്വേഷിച്ചു വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ സോഷ്യൽ മീഡിയക്ക് വളരെ വലിയൊരു ഒരു സ്ഥാനമാണ് ഈ ഒരു സമയത്തുള്ളത്. കാരണം ഏതൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ആദ്യം വന്നതിൻ്റെ റിവ്യൂ കണ്ടിട്ടേ എല്ലാവരും പോയി കാണുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ ആയാലും ടീസർ ആയാലും ആദ്യം അതൊക്കെ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് കണ്ട് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഈ പറയുന്ന സിനിമ കാണാനായിട്ട് ഇപ്പൊ ജനങ്ങൾ പോകുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന മലയാളം മൂവിക്കായാലും ഏതൊരു സിനിമക്കായാലും കിട്ടുന്നതിന്റെ ഹൈപ്പിന്റെ 90% സോഷ്യൽ മീഡിയക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇതിൽ നല്ല രീതിയിൽ ഒരു കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സിന് അല്ലെങ്കിൽ ആക്ട്രസിന് ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് കൂടുതൽ സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പവർ ടീം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തികളും ഇതിനെപ്പറ്റി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള മറ്റുള്ള അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചയായിട്ട് വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞു കാണും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്